ജഡ്ജ്മെന്റ് ഫിയർ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത. ഈ ചിന്തയോടു കൂടിയാണോ നിങ്ങളും ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും പിറകോട്ട് വലിക്കുന്നത് ഈ ഒരു ചിന്തയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്തു പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും. ഇനിയിപ്പോ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങി വരുന്നാണെങ്കിൽ കൂടി അയൽവാസികൾ കാണുന്നുണ്ടോ, അവരെന്താണ് വിചാരിക്കുക, എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് വിചാരിക്കുവോ? ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളുമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലെ? ഇനിയിപ്പോ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അയൽവാസികൾ എന്ത് വിചാരിക്കും, ഞാൻ വലിയ പണക്കാരിയാണെന്ന് വിചാരിക്കുവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പലതിൽ നിന്നും പിറകോട്ട് നിൽക്കുന്നവരാണ് പല ആളുകളും. പൈസ കയ്യിലുണ്ടായിട്ടും ചെലവാക്കാൻ പേടിച്ചു നിൽക്കുന്നവരാണ് പലരും. പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. മെനി ഓഫ് എ സ്ട്രഗിൾ വിത്ത് ദിസ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല, അല്ലെ? നമ്മുടെ ഈ ചിന്തയെ മാറ്റിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പലരും വഴിയിൽ സ്റ്റക്കാണ്, മറ്റുള്ളവരെ പേടിച്ചിട്ട്. അത് മാത്രമാണ് ഓരോരുത്തരെയും വിജയത്തിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നത്. അപൂർവം ആൾക്കാർ മാത്രമേ ഫോക്കസ്ഡ് ആയിട്ട് അവനവന്റെ കാര്യം നോക്കി അവനവന്റെ വിജയത്തിന് വേണ്ടി അവനവന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുള്ളൂ. ഏകദേശം ആൾക്കാരും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ കമന്റിൽ എസ് എന്ന് കമന്റ് ചെയ്യണം. കാരണം ഇത് നമ്മൾ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത. നാട്ടിൻ പുറത്ത് ഒരു പണിയും ഇല്ലാതിരിക്കുന്നവര് എന്തെങ്കിലും പറഞ്ഞ് സമയം പോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും പറയുന്നത്. അതിനെ ചെവി കൊടുക്കാതിരുന്നാൽ, അതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ, നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ കാര്യത്തിൽ. പക്ഷെ എത്ര പേര് അങ്ങനെ ചിന്തിക്കാറുണ്ട്? പലർക്കും അതിന് കഴിയാറില്ല, അല്ലെ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ ചിന്തയാണത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള ചിന്ത. അത് നമുക്ക് ഒറ്റയ്ക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അതിന് ആരുടെയെങ്കിലും സഹായമില്ലാതെ നമുക്ക് ആ ചിന്തയെ പൂർണ്ണമായും റിമൂവ് ചെയ്യാൻ കഴിയില്ല. ആ ചിന്തയെ നമ്മൾ പൂർണ്ണമായും മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കാനും ഇത് തന്നെയാണ് പ്രശ്നം. എന്താണ്? മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഞാൻ വലിയ ആളായിപ്പോയി എന്ന്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ ചിരിക്കുമോ, മറ്റുള്ളവർ കളിയാക്കുമോ? ഈ ചിന്തകൾ കൊണ്ട് തന്നെയാണ് പലരും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാൻ മുമ്പോട്ട് വരാത്തത്. എല്ലാവർക്കും മടിയാണ്, എല്ലാവർക്കും ചമ്മലാണ്, എല്ലാവർക്കും നാണക്കേടാണ്. എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇംഗ്ലീഷ് സംസാരിക്കുക? ഈ ചിന്തയെ നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂ. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഈ ചിന്തയെ ആദ്യം നിങ്ങൾ റിമൂവ് ചെയ്യണം. ഞാൻ എൻ്റെ കോഴ്സിൽ ആദ്യം ചെയ്യുന്നത് ഇത്തരം ചിന്തകളെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു. UK-യിൽ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയായിരുന്നു. മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ക്ലാസ് കൊടുത്തു. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കേട്ടു. ഞാൻ അതിന് അവർക്ക് സൊല്യൂഷനും പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോ അവർക്ക് അങ്ങനെ ഒരു പേടിയേ മനസ്സിൽ വന്നിട്ടില്ല. ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിച്ചു. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള ചിന്തയോ തെറ്റിപ്പോകുമെന്നുള്ള പേടിയോ ഒന്നുമില്ലാതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു ടീച്ചറെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു.
എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരാളെയെങ്കിലും മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ അടുത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളും മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ പേടിച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 10 കോഴ്സുകളാണ് ഉള്ളത്. ലൈഫ് ലോങ് ആക്സസ് ആണ് കോഴ്സുകൾ. അതിൽ ഫസ്റ്റ് കോഴ്സിൽ തന്നെ 10 ദിവസത്തെ ഒരു ക്ലാസ് ഞാൻ തരുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു പഠിക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിന്റെ പേടി മാറി ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. 10 ദിവസമാണ് ഞാൻ ആകെ പറയുന്ന ഒരു ടൈം നിങ്ങളുടെ മനസ്സിന്റെ പേടി മാറ്റാൻ. ഫസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു ക്ലാസ് തരും. ആ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മാറി ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിച്ചവരുണ്ട്. ചില ആളുകൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ധൈര്യപൂർവ്വം സംസാരിച്ചവരുണ്ട്. 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട്. അതുപോലെ ചില ആളുകൾ 10 ദിവസത്തെ ക്ലാസ് പൂർണ്ണമായും അറ്റൻഡ് ചെയ്തതിന് ശേഷം ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിച്ചവരുണ്ട്. ഇങ്ങനെ പലർക്കും പല എക്സ്പീരിയൻസുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ പേടി മാറി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. നിങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി നോക്കണമെങ്കിലോ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിലും ഒക്കെ ഈ പേടിയെ മാറ്റിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഇത്ര ധൈര്യത്തോടു കൂടി പറയാനുള്ള കാരണം എൻ്റെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് ആണ്. ബഹുമാനപ്പെട്ട ശോഭ മാമിനെ ഞാൻ സന്തോഷപൂർവ്വം, ഹൃദയത്തിൽ നന്ദിപൂർവ്വം ഈ നിമിഷം ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലൊരു 8 എണ്ണമെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു മിസ്സിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നമ്മുടെ മൈൻഡ് ബ്ലോക്കാണ് നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ പേടി. അത് മാറ്റിക്കൊണ്ടാണ് മിസ്സ് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പേടിച്ച് നിൽക്കുന്ന ആർക്കും ഇംഗ്ലീഷ് ധൈര്യപൂർവ്വം സംസാരിക്കാൻ ശോഭ മാമിൻ്റെ ഈ ക്ലാസ്സിലൂടെ സാധിക്കും. നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്